ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരു മധുര പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് കുഞ്ഞിൻ്റെ സ്കൂളിൽ, മോൻ്റെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നേ. അതിന് ആവിയിൽ പുഴുങ്ങിയ ഫുഡ് ഐറ്റം കൊണ്ട് ചെല്ലണമായിരുന്നു. അതിന് യൂട്യൂബിൽ നോക്കി തപ്പിയെടുത്തതാണ്. എന്നിട്ട് വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടാമെന്ന് കരുതി. ഇത് വേറൊന്നുമല്ല, ഏത്തക്കയാണ് ഞാനിത് നെയ്യിൽ വാട്ടിയെടുക്കുവാന്നേ. അത് എടുക്കാൻ മറന്നുപോയി. വാടി വന്ന് ഒരു ശകലം ഉടച്ച് കഴിഞ്ഞപ്പം ശകലം തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ. മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ നമുക്ക് ശകലം നെയ്യും കൂടി ഒഴിക്കാം. നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് ഞാനിപ്പോൾ ഇടുന്നത് വറുത്ത സേമിയ ഇത് കേട്ടോ, 1 കപ്പ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ വറക്കാത്ത സേമിയ ഉപയോഗിക്കുന്നെങ്കിൽ നെയ്യിൽ നല്ലതായിട്ട് മൂപ്പിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ വറുത്തതായതുകൊണ്ട് ഞാൻ അത്രയും മൂപ്പിക്കുന്നില്ല. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ഗ്ലാസ് തിളച്ച വെള്ളമാണ്. ഏത് കപ്പിലാണോ നമ്മൾ സേമിയ അളന്നെടുത്തത് അതേ കപ്പിൽ തന്നെയാണ് ഞാൻ തിളച്ച വെള്ളം എടുത്തേക്കുന്നത്. വെള്ളവും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കണം. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കുഞ്ഞിന് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സും റെഡിയാക്കുക, രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കുക. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആദ്യം ഞാൻ വിചാരിച്ച് എണീറ്റപ്പോഴും താമസിച്ചേട്ടോ. എന്നാലും ഞാൻ വിചാരിച്ച് ഇനിയിപ്പം ഇഡ്ഡലി പുഴുങ്ങി സാമ്പാറും ആക്കി കൊടുക്കാമെന്ന്. പിന്നെ ഞാൻ ഓർത്ത് എപ്പോഴും അതൊക്കെ തന്നെ അല്ലേ, എന്ന് വെച്ചാൽ നോർമലായിട്ടുള്ള ഫുഡ് ഐറ്റം അല്ലേ അത്. എന്നാലും ഇച്ചിരി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനിത് എത്ര കഷ്ടപ്പാടാണെങ്കിലും ഇച്ചിരി ഓടി എല്ലാം ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷേ ചെയ്തേക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ച്. അങ്ങനെ നമ്മുടെ സേമിയ ഒരുവിധം ഒത്തിരി അങ്ങ് വെന്ത് പോവരുത് കേട്ടോ. ഒരു പരുവത്തിന് വേവണം, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഞാനൊരു 1/2 കപ്പ് ശർക്കര പൊടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ സേമിയയും വെള്ളമൊക്കെ അളന്നില്ലേ, അതേ കപ്പാണ് ഞാൻ ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു 1/2 കപ്പ്. ഇപ്പോൾ ശർക്കരപ്പൊടി ഇല്ലെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ശർക്കരയില്ലേ, അതൊന്ന് ശകലം വെള്ളവും ചേർത്ത് പാനി രൂപത്തിലാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ആ ശർക്കര ഇനി ഉരുകുമ്പോൾ അങ്ങ് വെള്ളം പോലെ ആവത്തില്ലേ, ആ വെള്ളം പറ്റുന്ന വരെ നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കുവാണേ. ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഇരിപ്പില്ലായിരുന്നു. പിന്നെ ഞാൻ ശകലം 2-3 എണ്ണം എടുത്ത് ഒന്ന് ചതച്ച്, അതിൻ്റെ തോലിട്ടിട്ടില്ല, അകത്തെ ആ കുരു മാത്രം ഒന്ന് ചതച്ച് ഇട്ട് കൊടുത്തേ. ഒരു ഫ്ലേവറിന് വേണ്ടിയാണത്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞ് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചില്ലായിരുന്ന ഒരു ഏത്തക്കയും നെയ്യും കൂടെ ഇട്ട് വഴറ്റി ഒരു ചെറുതായിട്ട് സ്മാഷ് ചെയ്തത്, ആ ഐറ്റം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം. മിക്സാക്കി കഴിഞ്ഞ് നമുക്ക് ഈ കൂട്ട് ഒരു പ്ലേറ്റിൽ നിരത്തിയിട്ട് ആറാനായിട്ട് വെച്ചേക്കാം. അപ്പോഴേക്കും ഞാൻ പോയിട്ട് ശകലം വാഴയില പിച്ചിക്കൊണ്ടുവരാവേ. എന്നിട്ട് അതൊക്കെ വൃത്തിയാക്കി നമ്മൾ ഇതൊരു റോൾ രൂപത്തിലാക്കുന്നത്, റോൾ ചെയ്തെടുക്കാൻ. അത് ഞാൻ കണ്ട വീഡിയോയിൽ ഇലയപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ആ രീതിയിലായിരുന്നു ഉണ്ടാക്കിയ ഇലയട പോലെ. പക്ഷെ ഞാൻ വിചാരിച്ച ഒരു റോള് പോലെ ആക്കി ആ വാഴയിലക്കകത്ത് ചുറ്റി നമുക്ക് ആവി കയറ്റിയെടുക്കാമെന്ന്. അതിന് റോൾ ചെയ്യണമെങ്കിൽ വാഴയില പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതിന് ഞാൻ നന്നായിട്ട് കഴുകിയ വാഴയില ഒരു പാന് വെച്ചിട്ട്, പാൻ ചൂടാകുമ്പോൾ അതിൻ്റെ പുറത്ത് വെച്ച് വാട്ടിയെടുക്കാമേ. അന്നേരം അതാകുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇല പിരിച്ചെടുക്കുകയോ എന്തെങ്കിലും ചെയ്താലും ഇല കീറത്തൊന്നുമില്ല. അന്നേരം അങ്ങനെ ഞാനെല്ലാം വാട്ടിയെടുത്ത് ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട്, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന സാധനമില്ലേ, നല്ലതായിട്ട് ഇങ്ങനെ റോൾ രൂപത്തിലാക്കി ഞാൻ ഈ വാഴയിലയിലോട്ട് വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുവാന്നേ. എല്ലാം റോൾ ചെയ്തിട്ട് അപ്പോഴേക്കും നമുക്ക് ആവി കയറ്റാനുള്ള ആ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളവും വെച്ച് ഞാനെല്ലാം വെച്ചിട്ടുണ്ട്. അതിലേക്ക് പറക്കി വെക്കാം. ഇനി ഒരു 5-10 മിനിറ്റ് ആവി കൊള്ളിച്ചാൽ മതി. ഓൾറെഡി വെന്ത സാധനങ്ങളാണല്ലോ എല്ലാം. ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ച് ആ ഇലയുടെ ഒരു മണവും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ടാണേ. അന്നേരം നമ്മൾ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്.
അപ്പോൾ ആവിലെല്ലാം വെന്ത് ഒരു പരുവായി നമ്മുടെ സ്വീറ്റ് റോൾ, അങ്ങനെയാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. നമ്മുടെ സ്വീറ്റ് റോൾ റെഡി ആയിരിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് മോന് കൊണ്ടുപോകാനുള്ളതെല്ലാം ഞാനൊരു കാസറോളിൽ, ഒരു കൊച്ചു കാസറോളിലാക്കി കൊടുക്കുവാന്നേ. അതാകുമ്പോൾ ശകലം ചൂടോടെ ഇരിക്കുമല്ലോ. അതൊക്കെ പറക്കി വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമേ. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. സത്യമായി ചേച്ചി പറഞ്ഞത്, ഒരു രക്ഷയില്ല. ഒരു നല്ല ആ ഏത്തക്കയുടെയും നെയ്യുടെയും ആ സേമിയയും അതെല്ലാം കൂടെ ആയപ്പോൾ ഒരു പായസമാണോ ഇലയുടെ ആണോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. നല്ലൊരു ഫ്ലേവറുണ്ട് കേട്ടോ, ഏലക്കയും എല്ലാം കൂടെ ആകുമ്പം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു കമൻ്റ് ഇടാൻ മറക്കല്ലേ. പിന്നെ കഴിഞ്ഞ വീഡിയോ എനിക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. റീച്ച് എന്ന് പറയുമ്പോൾ വ്യൂസ് ഒരു 2000-ൻ്റെ അടുത്തുണ്ടായിരുന്നു. സാധാരണ എനിക്ക് ഉണ്ടായിരുന്നതാണ് 2000-ന്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഒരു ഒരു ഗ്യാപ്പൊക്കെ വന്ന് അങ്ങനെ കുറച്ചൊരു ഇതൊക്കെ ആയിപ്പോയി. ഇടുന്ന വീഡിയോയ്ക്ക് തീരെ വ്യൂസും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടത് വേറെ ഒന്നുമില്ല, കുറച്ച് ഫോട്ടോസ്, എൻ്റെ AI ജനറേറ്റഡ് ഫോട്ടോസ് ഇട്ടിട്ട് ഒരു വീഡിയോ പോലെ ഉണ്ടാക്കി ഇട്ടപ്പോഴത്തേന് അതിന് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. 4 സബ്സ്ക്രൈബറും കൂടി ആ ഒറ്റ വീഡിയോയിൽ. എനിക്ക് നല്ല സന്തോഷം ഉണ്ടായി കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് ഇടയ്ക്ക് വെച്ച് ചേട്ടൻ ജോലി സ്ഥലത്തു നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു തിരക്കൊക്കെ ആയിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് കറങ്ങാനൊക്കെ പോയി. അതിൻ്റെയൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ എന്തുമായിരുന്നു, ശ്രീകൃഷ്ണ ജയന്തിക്ക് മോനെ കൃഷ്ണനാക്കിയായിരുന്നു. ആ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. ഒരുക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനും ലൈക്ക് ചെയ്യണം. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം കേട്ടോ. അതുവരെ ബൈ.